നന്നായി കഴുകി വെച്ച ചെമ്മീൻ 20 എണ്ണം എടുക്കുക. മീഡിയം സൈസ് ചെമ്മീനാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവയാണ് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ളത്. മുകൾ വശത്തെ കറുത്ത ഭാഗം, അതായത് മോശമായ ഭാഗമൊക്കെ നീക്കി നന്നായി വൃത്തിയാക്കി വെച്ച ചെമ്മീൻ 20 എണ്ണമാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. മീഡിയം സൈസ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വലിയ സൈസ് ചെമ്മീനും ഇതിനായി ഉപയോഗിക്കാം. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 2 സ്പൂണ്, അതായത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടിയിൽ മാറ്റം വരുത്താവുന്നതാണ്. മുളക് പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, കുരുമുളക് പൊടി 1/4 സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കുക. അതായത് കഴുകി വെച്ച ചെമ്മീനുമായി മസാല നന്നായി പിടിപ്പിച്ച് വയ്ക്കുക. മിനിമം അരമണിക്കൂറെങ്കിലും ഈ ഒരു മസാലയിൽ മിക്സ് ചെയ്ത് വയ്ക്കുക. അരമണിക്കൂറിന് ശേഷമാണ് ഇത് ഒരു കുക്കിങ്ങിനായി എടുക്കുന്നത്. ഈ ഒരു ചെമ്മീൻ നന്നായി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അരമണിക്കൂർ നേരം ഇങ്ങനെ ചെയ്ത് വെച്ചതിന് ശേഷം ഇത് കുക്ക് ചെയ്തെടുക്കുക. സാധാരണയായി ചെമ്മീന് കുറഞ്ഞ സമയമാണ് ആവശ്യമായിട്ടുള്ളത്. അതായത് ഫ്രൈ ചെയ്യുമ്പോൾ കുറഞ്ഞ സമയമാണ്. കൂടുതൽ ഫ്രൈ ചെയ്താൽ ഇത് റബ്ബർ പോലെ നീണ്ടു വലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ 5 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇങ്ങനെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഇതൊരു അരമണിക്കൂറത്തേക്ക് അടച്ചു വയ്ക്കുക. ശേഷം ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഏത് എണ്ണയും എടുക്കാവുന്നതാണ്. അതായത് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏതൊരു എണ്ണ വെച്ചും ഈ ഒരു റെസിപ്പി ചെയ്യാം. ഇങ്ങനെ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചെമ്മീൻ ഓരോന്നായി ഈ ഒരു ഫ്രൈയിങ് പാനിലോട്ടേക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഒരു ഭാഗം വെന്ത് കിട്ടിയതിന് ശേഷം മറുഭാഗം തിരിച്ച് വെച്ച് കൊടുക്കുക. ഈ ഫ്രൈയിങ് പാനിൽ മറുഭാഗം കൂടി തിരിച്ച് വേവിക്കുക. ഇങ്ങനെ 5 മിനിറ്റ് മാത്രം ആവശ്യമുള്ളൊരു റെസിപ്പിയാണ്. അതായത് 5 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഏതൊരാൾക്കും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതുപോലെ തന്നെ കൂടുതൽ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. താങ്ക് യു.